എൻ്റെ പേര് ഫാദർ ഫ്രാൻസിസ് കണിച്ചക്കാട്ടിൽ. ഞാൻ രഹസ്യമായ വൈദികനാണ്. ദൈവരാജനായ ഏറ്റവും ശ്രേഷ്ഠം എന്ന തലക്കെട്ടിൽ അനാദാനം പ്രഭാഷണങ്ങൾ കാഴ്ചവെക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. അതിലൊന്നാമത്തേതാണ് സിറോ മലബാർ കുർബാന ചരിത്ര താളുകളിൽ. തെക്കേന്ത്യ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പ്രധാനമായിട്ട് കേരളം വിശുദ്ധ തോമസ് സ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനവുമായി അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വിശുദ്ധ തോമസ് സ്ലീഹ കേരളത്തിലേക്ക് AD 52 വന്നു എന്നുള്ളത് ഒരു പരിധിവരെ ഒരു ചരിത്ര വസ്തുതയാണ്. അതുപരിയായിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഒക്കെ അവരുടെ ഹൃദയത്തിലേറ്റി നടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഉറച്ച പാരമ്പര്യമാണ്. വിശുദ്ധ തോമസ് അന്നത്തെ തുറമുഖ പട്ടണമായ മുസീരിസിൽ വന്നിറങ്ങുകയും അവിടെ ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുകയും ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തുകയും ക്രിസ്തുവിൻ്റെ സന്ദേശം അവർക്ക് നൽകുകയും ചെയ്തു എന്നുള്ളത് ഒരു വലിയ പാരമ്പര്യമാണ്. അങ്ങനെ സന്ദർശിച്ച പ്രധാന സ്ഥലങ്ങളാണ് പാലിയൂർ, കൊടുങ്ങല്ലൂർ, കോക്കമംഗലം തുടങ്ങിയവ. 7 പള്ളികൾ വിശുദ്ധ തോമസ് സ്ലീഹ ഈ തീരത്ത്, പടിഞ്ഞാറ് തീരത്ത്, കേരളത്തിൻ്റെ പടിഞ്ഞാറ് തീരങ്ങളിൽ സ്ഥാപിച്ചു. അവസാനം ചെന്നൈയിൽ ചിന്നമലയിൽ വെച്ച് ഒരു വേദസാക്ഷി ആയിട്ട് അവിടുന്ന് മരണം പ്രാപിക്കുകയാണ് ചെയ്തത്. യാദവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ വിശുദ്ധ തോമസ് സ്ലീഹായെ കുന്തം കൊണ്ട് കുത്തി. അങ്ങനെ മൈലപ്പൂരിൽ വിശുദ്ധ തോമസ് സ്ലീഹായുടെ ഭൗതിക ശരീരം അടക്കിയിരിക്കുന്നു. അവിടെ ഒരു വലിയ കത്തീഡ്രൽ, മൈലപ്പൂർ കത്തീഡ്രലിൽ ആ ഭൗതിക ശരീരം കൂടി ഉള്ളുന്നു. 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതും വളരെയധികം അംഗീകരിക്കപ്പെട്ടതുമായ മറ്റൊരു ചരിത്ര ഗ്രന്ഥമാണ് ആക്ട്സ് ഓഫ് തോമസ് എന്നുള്ളത്. ആക്ട്സ് ഓഫ് തോമസ് ഒരു അപ്പോക്രിഫൽ ഗോസ്പലാണ്. അത് മാത്രമല്ല ഒരു ഡോക്യുമെന്റും കൂടിയാണ്. അതിലാണ് വിശുദ്ധ തോമസ് സ്ലീഹ 2 പ്രാവശ്യമായിട്ട് ഇന്ത്യയിൽ വന്നു. ആദ്യത്തെ പ്രാവശ്യം വടക്കേ ഇന്ത്യയിൽ പാർത്തിയ, വടക്കേ ഇന്ത്യയിൽ തക്ഷശില, അതുപോലെ തന്നെ പാർത്തിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ യേശുവിനെ പ്രസംഗിക്കുകയും 2-ാമത്തെ പ്രാവശ്യം ഹബാൻ എന്നുള്ള രാജാവിൻ്റെ ഒരു സ്ഥാപകനുമായിട്ട് ഇന്ത്യയിലേക്ക് വരികയും അങ്ങനെ തെക്കേ ഇന്ത്യയിൽ, കേരളത്തിൽ, അതുപോലെ തന്നെ തമിഴകത്തൊക്കെ യേശുവിനെ പ്രസംഗിച്ചു എന്നുള്ളതാണ് പാരമ്പര്യം. അങ്ങനെ തമിഴകത്ത് വെച്ച് വിശുദ്ധ തോമസ് രാജകൊട്ടാരത്തിൽ വെച്ച് ഘാതകരാൽ വധിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്, അതുപോലെ തന്നെ പാരമ്പര്യം കൂടിയാണ്. കേരളക്കാരെ വിശുദ്ധ തോമസ് സ്ലീഹ എന്ന് പഠിപ്പിച്ചത് യേശുവിൻ്റെ അപ്പം മുറിക്കൽ ശുശ്രൂഷയായിരുന്നു. അതായിരുന്നു അന്നത്തെ കുർബാന. യേശു പഠിപ്പിച്ചതുപോലെ അപ്പം മുറിക്കൽ ശുശ്രൂഷ തൻ്റെ അനുയായികളെ വിശുദ്ധ തോമസ് അഭ്യസിപ്പിച്ചു. ഇനി നാം കാണുന്നത് AD 345 മെസ്സപ്പൊട്ടോമിയയിൽ നിന്നും ഇന്നത്തെ ഇറാഖ് ഒരു കച്ചവടക്കാരൻ്റെ നേതൃത്വത്തിൽ, കച്ചവടക്കാരൻ്റെ പേര് ക്നായിത്തമ്മൻ എന്നായിരുന്നു, 72 കുടുംബങ്ങൾ, ഏകദേശം 400 പേർ അന്നത്തെ ചേരരാജ്യമായ നമ്മുടെ ഈ കേരളത്തിൽ വന്നു. അന്ന് കേരളം അറിയപ്പെട്ടിരുന്നത് ചേരരാജ്യമെന്നായിരുന്നു, ചേരന്മാർ. അങ്ങനെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ ക്നായിത്തൊമ്പതിന് അവരുടെ പ്രാഗൽഭ്യം കണക്കാക്കിക്കൊണ്ട് അവർ വലിയ കച്ചവടത്തിന് പ്രാധാന്യമുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോപ്പർ പ്ലേറ്റ്സ് കുറേ ആനുകൂല്യങ്ങൾ നൽകുകയുണ്ടായി. ഇതാണ് പ്രസിദ്ധപ്പെട്ട ചേരമാൻ പെരുമാൾ കോപ്പർ പ്ലേറ്റ്സ് അഥവാ ക്നായിത്തമ്മൻ കോപ്പർ പ്ലേറ്റ്സ്. അതൊന്നും സൂക്ഷിക്കപ്പെട്ടു വരുന്നു ഒരു വലിയ ചരിത്ര വസ്തുതയായിട്ട്. ക്നായിത്തമ്മൻ്റെ ഖബറിടം ഇന്നും കൊടുങ്ങല്ലൂരിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് യുദ്ധമൊക്കെ പ്രമാണിച്ച് ക്നായ സമൂഹം തെക്കോട്ട് വരികയും കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് വരികയും അങ്ങനെ കടത്തുരുത്തി തുടങ്ങിയ പ്രദേശങ്ങളിൽ അവർ ഇപ്പോൾ താമസിച്ച് സിറോ മലബാർ സഭയുടെ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അവിഭാജ്യ ഘടകമായിട്ട് അവർ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അടുത്തതായിട്ട് അതിനുശേഷവും പല പ്രാവശ്യം കേരളത്തിലേക്ക്
മെസപ്പൊട്ടോമിയയിൽ നിന്ന്, അതിൽ മിഡിൽ ഈസ്റ്റിൽ ധാരാളം കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാശ്ചാത്യർ ആദ്യമായിട്ട് ഇന്ത്യയിൽ കാലുകുത്തുന്നത് ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ 1498 പോർച്ചുഗീസുകാരനായ വാസ്കോ ഡി ഗാമ 1498 കോഴിക്കോട്ട് വന്നിറങ്ങി എന്നുള്ളതാണ് ചരിത്ര വസ്തുത. അങ്ങനെ അന്നത്തെ കോഴിക്കോടിൻ്റെ ഭരണാധികാരി സാമൂതിരിയും അദ്ദേഹത്തെ കാര്യമായിട്ട് സ്വീകരിച്ചും ധാരാളം സമ്മാനങ്ങൾ നൽകി അവിടെ താമസിപ്പിച്ചു. അവരുടെ വരവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇന്ത്യയിൽ നിന്നും സുഗന്ധദ്രവ്യങ്ങൾ, പ്രത്യേകിച്ച് കുരുമുളക് തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. പോർച്ചുഗീസുകാർ പിന്നീട് 1510 ഗോവ പിടിച്ചെടുക്കി. അങ്ങനെ അവരുടെ സാമ്രാജ്യം പണിയുവാനായിട്ട് പരിശ്രമിച്ചു. 1558 ആർച്ച്ഡയസിസ് ഓഫ് ഗോവ റോമിൻ്റെ അംഗീകാരത്തോടുകൂടി സ്ഥാപിതമായിരുന്നു. 1599 അന്നത്തെ പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ അലക്സിസ് മെനീസിസ് കേരളത്തിൽ വരികയും കേരളത്തിലെ ക്രൈസ്തവരെ പറ്റി പഠിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ അവസാനമാണ് അദ്ദേഹം പ്രസിദ്ധമായിട്ടുള്ള സിനഡ് ഓഫ് ഡയംബർ, ഉദയംപേർ സുനോദോസ് വിളിച്ചുകൂട്ടിയത്. ആ സുനോദോസ് വിളിച്ചുകൂട്ടുവാൻ റോമിൻ്റെ അധികാരം ഉണ്ടായിരുന്നില്ല എന്ന് പറയപ്പെടുന്നു. എങ്കിലും അത് വിളിച്ചുകൂടിയതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മർത്തോമ ക്രിസ്ത്യാനികളുടെ ആരാധന ജീവിതത്തിൽ അവർ മനസ്സിലാക്കി ഒരുപാട് പാഷണ്ഡത, പ്രത്യേകിച്ച് നെസ്തോറിയൻ പാഷണ്ഡത, 451 ഉണ്ടായ നെസ്തോറിയൻ പാഷണ്ഡത, അതൊക്കെ ശുദ്ധീകരിക്കുക. മറ്റ് നെസ്റ്റോറിയസിൻ്റെയും അതുപോലെ തന്നെ തേദോറിൻ്റെയും പേരുകളൊക്കെ ആരാധന പുസ്തകത്തിൽ നിന്ന് മാറ്റിക്കളയുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നെസ്റ്റോറിയസ് പഠിപ്പിച്ചത് നമുക്കറിയാം, പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവല്ല, ക്രിസ്തുവിൻ്റെ അമ്മ മാത്രമാണെന്നാണ്. 1599 സിനഡ് ഓഫ് ഡയംബറിൽ വെച്ച് നെസ്റ്റോറിയസിൻ്റെ സിദ്ധാന്തങ്ങളെയും പേരുകളുമൊക്കെ സീറോ മലബാർ സഭയുടെ പുസ്തകങ്ങളിൽ നിന്നും അവർ മാറ്റിക്കളഞ്ഞു. അങ്ങനെ ഉദയംപേർ സുനോദോസ് ഒരു വിധത്തിൽ പറയുകയാണെങ്കിലും മാർത്തോമ ക്രിസ്ത്യാനികളെ നെസ്തോറിയൻ ശീഷ്മയിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. മാർത്തോമ ക്രിസ്ത്യാനികളുടെ തുടർന്നുള്ള മെത്രാന്മാർ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് റോസ് ആയിരുന്നു. അതേ നല്ല സുറിയാനി നിശ്ചയമുള്ള ഒരു വൈദികനായിരുന്നു. അങ്ങനെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ കുർബാനയെല്ലാം തിരുത്തി ഭംഗിയായിട്ട് സുറിയാനിയിൽ റോമിൽ നിന്ന് അടുപ്പിച്ചു. അതുപോലെ തന്നെ കുദാശകളും ക്രമീകരിച്ചു. കുദാശകൾ അധികവും ലത്തീൻ കുദാശകളുടെ സുറിയാനി രൂപങ്ങളായിരുന്നു. അതിന് ഉദയംപേരർ സുനോദോസ് മർത്തോമ ക്രിസ്ത്യാനികളുടെ ആരാധനാക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. സുറിയാനി പാട്ടിൻ്റെ ട്യൂണുകളെല്ലാം അവർ കൊണ്ടുവന്നു. വൈദികരുടെ കുർബാന വസ്ത്രം ലത്തീൻ സഭയുടെ പോലെയാക്കി. അങ്ങനെ അവർ നെസ്റ്റോറിയൻ പാഷണ്ഡത മാറ്റുകയല്ല, കുറേയൊക്കെ സുറിയാനി ആരാധനാക്രമം സംശുദ്ധീകരിക്കുവാനായിട്ട് ഇടവന്നു. അങ്ങനെ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് റോസ് പരിഷ്കരിച്ച കുർബാനക്രമവുമായി മാർത്തോമ ക്രിസ്ത്യാനികൾ ഒരുപാട് മുന്നോട്ട് പോയി. പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. പിന്നീട് ആരാധനാക്രമത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരുന്നത് ചാവറ കുര്യാക്കോസ് ഏലിയാസിനാണ്. 19-ാം നൂറ്റാണ്ടിൽ പാലക്കൽ തോമമൽപ്പാൻ, പോരൂക്കര തോമമൽപ്പാൻ എന്ന 2 ഗുരുക്കന്മാരോടുകൂടി വിശുദ്ധ ചാവറ കുര്യാസ് ഏലിയാസച്ചൻ 1831 മാനാനത്ത് ഒരു ആശ്രമം സ്ഥാപിച്ചു. അതാണ് ഇന്നത്തെ CMI സഭയുടെ മാതൃഭവനം, മാനാനം ആശ്രമം.
കേരള സഭയ്ക്ക് വളരെയധികം പ്രചോദനവും ഇന്നത്തെ സീറോ സഭയ്ക്ക് വലിയ ഉൾക്കാഴ്ചയും നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം, അതുപോലെ തന്നെ അതിലെ ആംഗ്യങ്ങൾ, അതുപോലെ തന്നെ അതിലെ പ്രാർത്ഥനകൾ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ചാവറ കുര്യാക്കോലച്ചൻ ഒരു ചെറിയ പുസ്തകം എഴുതിയുണ്ടാക്കി. അതാണ് പ്രസിദ്ധമായുള്ള തുക്കാസ. അതിലെ കുർബാനയുടെ ആംഗ്യങ്ങൾ, അതിൻ്റെ അർത്ഥം, കുർബാന കുപ്പായം, ഇതെല്ലാം വളരെ വിശദമായിട്ട് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൗരസ്ത്യ സിറിയാനി ലിറ്റർജി കലണ്ടർ ചാവറച്ചൻ പുനരുദ്ധരിച്ചു. അത് കണ്ടുപിടിച്ചത് പുനരുദ്ധരിച്ചു. പഴയ മാനുസ്ക്രിപ്റ്റിൽ നിന്നും പൗരസ്ത്യ പിതാക്കന്മാര്, പൗരസ്ത്യ ബിഷപ്സ് ഇവിടെ കൊണ്ടുവന്ന ആ സുറിയാനി ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അങ്ങനെ ലിറ്റർജി കലണ്ടറെല്ലാം കണ്ടുപിടിച്ച് അദ്ദേഹം പരിഷ്കരിച്ചത്. 40 മണിക്കൂർ ആരാധന ലത്തീൻ ക്രമത്തിൽ നിന്നും സ്വീകരിച്ചും അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള കേരളത്തിലെ വൈദികരുടെ ആത്മീയമായിട്ടുള്ള വർധനയെ ഉദ്ദേശിച്ചായിരുന്നു. ദേവാലയ ഗീതങ്ങളെല്ലാം നല്ല സുറിയാനി ട്യൂണിൽ സംഘടിപ്പിച്ചും മരിച്ചവരുടെ തിരുക്കർമ്മങ്ങളെല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തും അങ്ങനെ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ആരാധന ജീവിതത്തിൽ. മറ്റൊരു വലിയ സംഭാവനയാണ് ചാവറച്ചൻ്റെ കാനൂൻ നമസ്കാരം, യാമപ്രാവർത്തകർ. ചാവറച്ചൻ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കി റോമിന് അയച്ചു കൊടുത്തെങ്കിലും അവർ മുഴുവൻ അംഗീകരിച്ചില്ല. പാഷണ്ഡത പേടിച്ച്, പാഷണ്ഡത പ്രമാണിച്ച് അതിൽ പാസ്സാക്കുവാൻ, അത് അംഗീകരിച്ച് കിട്ടുവാനായിട്ടിടയില്ല, കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ച്. അങ്ങനെ ഭക്താഭ്യാസങ്ങളും ലത്തീൻ സഭയിൽ നിന്ന് ചാവറച്ചൻ സ്വീകരിച്ചും അങ്ങനെ നമ്മുടെ പല ഭക്താഭ്യാസങ്ങളും സ്വീകരിച്ചു. അങ്ങനെ കുരിശിൻ്റെ വഴി, അതുപോലെ തന്നെ കൊന്ത നമസ്കാരം, മറ്റു നൊവേനകൾ, ഇതെല്ലാം ചാവറച്ചൻ സ്വീകരിച്ചും നമ്മുടെ ഈ സീറോ മലബാർ സഭയുടെ, ഇന്നത്തെ സീറോ മലബാർ സഭയുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചാവറച്ചൻ നൽകിയിട്ടുണ്ട്. അതിന് ചാവറച്ചൻ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ആത്മീയ വർധനയ്ക്കായി ഒട്ടൊരു വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ 1871 ചാവറച്ചൻ നമ്മളോട് വിട പറഞ്ഞു. 1986 ചാവറച്ചനെ ഒരു വിശുദ്ധനായിട്ട് സഭ പ്രഖ്യാപിച്ചത്. അങ്ങനെ നമുക്കെല്ലാവർക്കും ഒരുപാട് നന്മകളും ആത്മീയ വർധനയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുള്ള പിതാവ് നമ്മെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ സംഭാഷണം കേട്ടിരുന്ന നിങ്ങൾക്കൊക്കെ ഏറ്റവും നന്ദി, സ്നേഹം. ഇനിയും നമുക്ക് കാണാം.